നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ചർച്ചിൽ പോയിട്ടേ ഇല്ല. അങ്ങനെ ഞങ്ങള് അവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ചർച്ചിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ചർച്ചിൽ പോകുമ്പോൾ ദൈവത്തിന്റെ പ്രസന്നം, ദൈവത്തിന്റെ മഹിമ ഞാൻ അവിടെ കണ്ടു. ഹല്ലേലൂയ. ഒരു ജീവനുള്ള ദൈവം ഉണ്ട് എന്ന് പ്രത്യക്ഷമായിട്ട് കാണാൻ കർത്താവ് എനിക്ക് കൃപ കൊടുത്തു. ഹല്ലേലൂയ. ഇതുവരെ ഞാൻ ആരാധിച്ച ദൈവങ്ങളെല്ലാം, ഞാൻ കണ്ട ദൈവങ്ങളെല്ലാം, എന്റെ കുടുംബങ്ങൾ ആരാധിച്ച ദൈവങ്ങളെല്ലാം കല്ലല്ലോ മണ്ണല്ലോ എന്ന് അന്ന് ചിന്തിക്കാൻ, ജീവനുള്ള ദൈവൻ യേശു ക്രിസ്തു ആണ്, എനിക്ക് വേണ്ടി മരിച്ച ദൈവം യേശു ആണ് അന്ന് ഞാൻ കണ്ടെത്തി. ദൈവവചനം കേൾക്കാൻ തുടങ്ങി. അതാ മക്കളെ, പള്ളിക്ക് വരണം. വീട്ടിലിരുന്നോണ്ട് ഒന്നും കാര്യം നടക്കത്തില്ല. ചർച്ചിക്ക് വരണം. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കണം. ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കണം. സമയം ഇതാ, ഇനി ഒരു സമയം നമുക്ക് കിട്ടുകയില്ല. ആ രാജുപുരത്തിൽ ഞങ്ങളോട് സുവിശേഷം പറയാൻ വന്നപ്പോ ഞങ്ങൾ അവരെ ഒത്തിരി കുറച്ചു നാൾ സന്തോഷമായിരുന്നു. പിന്നെ പറഞ്ഞു ടാറ്റ ബൈ ബൈ, വേണ്ട, നിങ്ങൾ വരണ്ട. പക്ഷെ പുള്ളി പറഞ്ഞു, നിങ്ങളിൽ ഞാൻ, നിങ്ങളുടെ മനസ്സില്, നിങ്ങളുടെ വീട്ടില് ഞാൻ ആ വിത്ത്, വചനമാകിയ വിത്ത് ഇവിടെ വിതച്ചിട്ടുണ്ട്. അത് ഇന്നെങ്കിലും നാളെ, ഹല്ലേലൂയ, തീർച്ചയായിട്ട് നിങ്ങൾക്ക് അത് ഞാൻ ബലം കാണുമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അതുപോലെ ദൈവമക്കളെ, നിങ്ങൾ ദൈവ വേല ചെയ്യുവാണെങ്കിൽ, മറ്റവരോട് സുവിശേഷം പറയുവാണെങ്കിൽ നിരാശപ്പെടല്ലേ. ഡോണ്ട് ബി ഡിസപ്പോയിന്റഡ് when you share the gospel. Today you will not get results, but ഒരു കാലം വരും അവർ കർത്താവിന്റെ സമൂഹത്തിൽ ഇരിക്കുന്നത് നമ്മളും കാണും. അതിന്റെ അനുഗ്രഹം ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതുപോലെ ഞാൻ വചനം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കർത്താവ് കണ്ടെത്തി. എനിക്ക് വേണ്ടി ഞങ്ങൾ അവിടെ, ഞാൻ അച്ഛനും അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവിടെ ഈ രക്തം കൊണ്ട് അവരെ പ്ലീസ് ചെയ്യുമ്പോൾ നമ്മൾ പോവാ. പക്ഷെ എനിക്ക് വേണ്ടി ജീവനും രക്തവും തന്റെ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവൻ എനിക്ക് വേണ്ടി ജീവൻ തന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി തന്റെ രക്തം ചൊരിഞ്ഞ ദൈവമാണ്. അവന്റെ അടുക്കൽ ഞാൻ പോകും. ദൈവവചനം പറയുന്നല്ലേ, യേശുവിന്റെ അടുക്കൽ നിത്യ ജീവനുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിത്യ ജീവൻ വേണം. ഈ ഭൂമിയിൽ വാഴുമ്പോൾ സമാധാനം വേണം, ഒരു സന്തോഷം വേണം, നിങ്ങളുടെ അനുഗ്രഹം. നിങ്ങൾ വിചാരിക്കുന്നു, മക്കൾ വിചാരിക്കുന്നു, ഞാൻ പഠിച്ചാൽ വലിയ ആളായി തീരും, ഞാൻ ഒത്തിരി ബുദ്ധിമാനാ, ഞാൻ വലിയ ആളായി തീരും, എന്റെ വീട്ടില് നല്ല കാര്യങ്ങളുണ്ട്, ഞാൻ വലിയ ആളായി തീരും, എനിക്ക് എല്ലാം കിട്ടും. ഇല്ല. യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ ഇത് സകലം കിട്ടും. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. കർത്താവ്, ഞാൻ പറഞ്ഞല്ലേ 12th പഠിപ്പ്, 12th results, I said myself and husband went to take the results. Okay, then he told, and 18 my son was born. So പുള്ളി പറഞ്ഞു, നീ വീട്ടിലിരുന്നത് മതി, ഇനി പഠിക്കാൻ തുടങ്ങി. He told, no, enough sitting at home, you study. So like that I studied. I did my teacher's training, I did my BA graduation, I did my BA, then I did my MA. It went on. Praise God. In 2019 I did my MA literature because it was my passion to do. I was not able to study. All children are sitting with them and they used to teach me. I used to just listen. And I can't study. Praise God. Praise Lord. Thank you Jesus. കർത്താവ് ഇത്രത്തോളം ഞാൻ നടത്തി. എത്രയോ കൊടൂര വ്യാധി വന്നു. I told him I was not supposed to be here. I would have died. My name would have been forever gone. But God redeemed me. When I trusted him, ഞാൻ ദൈവത്തെ വിശ്വസിച്ചപ്പോൾ ദൈവം എന്നെ കൈവിട്ടില്ല. ആ മരണ പടുക്കയിലിരുന്ന് ദൈവം എന്നെ ഉണർത്തി തൂക്കി നിർത്തി. In 1988 ഞങ്ങൾ ദൈവത്തെ ഞാൻ സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. ഞങ്ങൾ കുടുംബമായിട്ട് അഭിഷേകം പ്രാപിച്ചു ഒരുമിച്ച്. അന്ന് തീരുമാനിച്ചു കർത്താവിന്റെ ജോലി ചെയ്യാൻ. അന്ന് ഇറങ്ങിയതാ, ഇതുവരെ കർത്താവ് ഞങ്ങളെ കുടുംബമായിട്ട് നടത്തുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മൂത്ത മക്കൾ 2 പേരും ദൈവവേലയില്ല.
വേലയും